നോക്കൂ ഗൈസ്. ഒന്ന് മിണ്ടാണ്ടിരിക്കാൻ പറയുക. വെള്ളം കുടിച്ചോ? അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണ് നെച്ചു? ചാലഞ്ച് വീഡിയോ. ഒരു ചാലഞ്ച് വീഡിയോ ആണ്. നെച്ചു ഞങ്ങളുടെ രണ്ടുപേർക്കും കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എഴുതിയേക്കുന്നത്. ഇവർക്ക് അറിയില്ല ഞാൻ എന്താ എഴുതിയേക്കുന്നതെന്ന്. അപ്പൊ ഞങ്ങൾ തെറ്റിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ തിന്നേണ്ടി വരും. കുറച്ച് പച്ചമുളക്, നാരങ്ങ, പുളിവെള്ളം, പാവയ്ക്ക, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടാസ്കുകൾ. ശരിയായിട്ട് പറയുകയാണെങ്കിൽ ശരിയായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യണ്ട. ഓ ഇവര് ഭയങ്കര ബുദ്ധിമാനും ബുദ്ധിമതിയാണെന്നാണ് ഇവര് പറയുന്നത്. നമുക്ക് നോക്കാം എന്തോരം ബുദ്ധി ഉണ്ടെന്ന് നമുക്ക്. എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ എല്ലാം. അപ്പൊ ആരോടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? അപ്പൊ നമ്മുടെ ചാനലിന്റെ ഓണർക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ കൊടുക്കാം. ചോദിക്കട്ടെ? നോക്കരുത് കേട്ടോ, ഇവര് കോപ്പി അടിക്കുമെന്ന് എനിക്ക് കോപ്പി ഇല്ലല്ലോ. കാരണം ഇവിടെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. തല ഉള്ളപ്പോൾ പൊക്കം കുറയുകയും തലയില്ലാത്തപ്പോൾ പൊക്കം കൂടുകയും ചെയ്യുന്ന വസ്തു ഏത്? തല ഉള്ളപ്പോൾ പൊക്കം കുറയുകയും തലയില്ലാത്തപ്പോൾ പൊക്കം കൂടുകയും ചെയ്യുന്ന വസ്തു ഏത്? ഉറപ്പിച്ചാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെക്കാനല്ലേ കൊടുക്കണം. പിന്നെ നമുക്ക് അതിനൊരു ചാൻസ് ഇല്ല. വേണമെങ്കിൽ ബാക്കി പറയാം. എന്തായാലും ഇവള് പറയണം. അറിയില്ല അറിയില്ല അല്ല അവളെന്തായാലും തോറ്റു. ഓൾറെഡി അറിയത്തില്ല, അതാണ് പ്രശ്നം. തലയുടെയാണ് ഉത്തരം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അമ്മൂന് എന്താണെന്ന് നോക്കാം. ദൈവത്തിനെയൊക്കെ പ്രാർത്ഥിച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം. അരിപ്പൊടി നല്ലോണം മുക്കണം കേട്ടോ. വെറുതെ കാണിച്ചാ പോലെ. ഓക്കെ ഞാൻ തന്നെ മുക്കിക്കാം. കണ്ണൊക്കെ അടച്ചോ? വായിക്ക് അടക്കങ്ങട്. ഇവള് മുക്കുന്നില്ല. അതൊരു ഇതെടുത്തോ? കണ്ടല്ലോ ഗൈസ്, നല്ല പണിയാണ് തന്നത്. സിമ്പിൾ അല്ലേ? എന്റെ വീട്ടിൽ പുട്ടുണ്ടാക്കാൻ വെച്ചിരുന്ന മാവാണ്. ഉമ്മ എന്നെ മിക്കവാറും ഒന്ന് പുറത്താക്കും. ഇത് ബാക്കി കൊണ്ട് ഉമ്മാക്ക് തന്നെ കൊടുക്കണം. അമ്മൂന് ഇത്രയും പോലും ഞാൻ വിചാരിച്ചിട്ടേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവർ പറയുമെന്ന് വിചാരിച്ചു. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടത്. സത്യം പറയാലോ, ഇത്രക്കും ബുദ്ധിയില്ല എന്ന് ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, നീ ചിരിക്കണ്ട. നിനക്കുള്ളത് വന്നിണ്ട് പുറകെ. മുഖം മുക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് ജസ്റ്റ് ഒരു തുണി എടുത്തിട്ടൊന്ന് തുടച്ചോ. വേണ്ട, തുടക്കണ്ട. അങ്ങനെ ഇരിക്കുന്നല്ലേ. വേണ്ട കുഴപ്പമില്ല. അമ്മുമ്മേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ബാഗി റെഡി? ഓക്കെ. എന്താ കണ്ടില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചെയ്യാൻ ശ്രമിച്ചാൽ ശിക്ഷ ലഭിക്കുന്നത്. മംഗ്ലീഷിലായിരിക്കുന്നത് എനിക്കറിയാം. എന്റെ ലാംഗ്വേജ് അത്ര പെട്ടെന്ന് ഇവർക്ക് വായിച്ചാൽ എന്റെ ഹാൻഡ് റൈറ്റിംഗ് പെട്ടെന്ന് വായിക്കാൻ പറ്റില്ല ഇംഗ്ലീഷ്. ഞാൻ അതുകൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ മലയാളത്തിലാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചെയ്യാൻ ശ്രമിച്ചാൽ ശിക്ഷ ലഭിക്കുന്നതും ചെയ്താൽ ശിക്ഷ ലഭിക്കാത്തതുമായ കാര്യം എന്ത്? ചെയ്യാൻ ശ്രമിച്ചാൽ ശിക്ഷ ലഭിക്കുന്നതും ശിക്ഷ ലഭിക്കും, ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കാത്തതുമായ കാര്യം എന്ത്? ഉമ്മ അവിടെ നിന്ന് ഉത്തരം പറയുന്നു. ഉമ്മ നോക്കുന്നുണ്ട്. ചെയ്യാൻ ശ്രമിച്ച അങ്ങോട്ടല്ല, ക്യാമറയിൽ നോക്കി. ചെയ്യാൻ ശ്രമിച്ചാൽ ശിക്ഷ ലഭിക്കുന്നത്. മിണ്ടരുത്. അപ്പുറത്തേക്ക് നാളെ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ആരും പറഞ്ഞു നോക്കി ഞാൻ പറയത്തില്ല. ഉറപ്പിച്ചു അമ്മൂന് എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഇല്ല, സവോളയാണ് ഉത്തരം. ആത്മഹത്യയാണ് ഉത്തരം. ഐ മീൻ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ശിക്ഷ ലഭിക്കും, ചെയ്തു കഴിഞ്ഞാല് ശിക്ഷ ലഭിക്കില്ല. ആള് മരിച്ചില്ലേ? ഉത്തരം.
എനിക്ക് ഇത് എഴുതി വെച്ചിട്ടില്ല. ഇല്ല അവള് വായിച്ചോളൂ. മാറ്റി പറയല്ലേ. മാറ്റിയൊന്നും പറയത്തില്ല. പുളി ഓ, രക്ഷപ്പെട്ടു, ചെറിയ task. കൊറന്നല്ല ഇത്രയും പുളി അത്ര പുളി എന്നാ വയറുള്ളത്. ഇത്രയും പുളി ഇത്ര അങ്ങനെ അത് മൊത്തം ഉള്ള മൊത്തം കേക്ക്. അത് തേക്കാൻ മുക്കുക. ടാസ്കിൽ ജയിക്കണം അല്ലെ വേറെ ടാസ്ക് എടുത്ത് കൊടുക്കും. അത്ര ഇല്ല, അത് മൊത്തം ആക്കി തേക്ക്. ഓക്കെ. പുളി തിന്നുക. പുളി തിന്നാനേ പറഞ്ഞു. പുളി തിന്നുക. പുളി അപ്പൊ തിന്നുക. ഇത് മൊത്തം ആണെങ്കിൽ മൊത്തം കുടിക്കണം. ഓക്കെ. ഇതൊക്കെയാണെങ്കിൽ മൊത്തം തിന്നാ. ഇവന് അലമ്പായി. അപ്പൊ ഈ പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് മൊത്തം എല്ലാം ഫുള്ള് തിന്നണം. നിനക്ക് കിട്ടുവാണെങ്കിൽ ക്യാമറ നോക്കിട്ട് എക്സ്പ്രഷൻ ഇടാണ്ട് തിന്നണോട്ടാ. അതാണ് ചാലഞ്ച്. യാതൊരു എക്സ്പ്രഷനും ഇല്ലാണ്ട് നമ്മുടെ ഈ ഫുൾ ഐറ്റംസ് തിന്നണം. ചിരിക്കാനും പാടില്ല, ഒന്നും ഒരു എക്സ്പ്രഷനും പാടില്ല. ഈ സിമ്പിൾ ക്വസ്റ്റ്യൻ പോലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചു. ഞാൻ GK ഇടാന്ന് വിചാരിച്ച, പക്ഷെ ബുദ്ധി ഇല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, വയറൊക്കെ ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് കിടക്കാം. കഴിഞ്ഞില്ലേ? ഫുള്ള് തിന്ന്. വാവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടാ, സത്യമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലോകത്ത് എല്ലായിടത്തും നിശബ്ദത പാലിക്കുക എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഐ മീൻ സൈലൻസ് പ്ലീസ് എന്നല്ല നമ്മളെല്ലാവരും എഴുതി വെച്ചിരിക്കുക. എന്നാൽ ശബ്ദമുണ്ടാക്കുക എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എവിടെ? നിനക്കറിയാവുന്ന നിന്നോട് ചോദിച്ചില്ലല്ലോ. ലോകത്ത് എല്ലായിടത്തും നിശബ്ദത എന്ന് എഴുതി വെച്ചിരിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാക്കുക എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എവിടെ? എന്താണ്? എന്താ ഫ്രണ്ട്സ്? എനിക്ക് വളരെ സങ്കടമായിപ്പോയി. ഞാൻ അമ്മ ഒരെണ്ണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വളരെ വിഷമോ. ആലോചിച്ച് നോക്ക്. മറ്റേ ഈ ഹോൺ പ്ലീസ് അതാണ്. ബെല്ലടിക്കുക. എന്താ ബെല്ലടിക്കുക? എവിടാ? വീടിന് ബെല്ലടിക്കുക. ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട്. അത് നമ്മൾ ബെല്ലടിക്കാൻ അങ്ങനെ എഴുതി വെക്കാറൊന്നുമില്ല അല്ലേ? ബെല്ലുണ്ടെങ്കിൽ നമ്മൾ ബെല്ലടിക്കാൻ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. നമ്മള് ബെല്ലടിക്കും. പക്ഷെ അതല്ല ഇത് കുസൃതി. ഏകദേശം അതിന്റെയൊക്കെ അടുത്താണ്. കോണിംഗ് ബെൽ അല്ലേ? അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഹോൺ അടിക്കാൻ വേണ്ടി ഇങ്ങനെ അവിടെ സൗണ്ട് പ്ലീസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ്. സൗണ്ട് പ്ലീസ് അല്ല, സൗണ്ട് ഹോൺ. ഓക്കെ, അപ്പൊ നമ്മുടെ അമ്മു കറക്റ്റ് ആയിട്ട് അടുത്തത്. എന്നെ എല്ലാവർക്കും കാണാൻ പറ്റും, എനിക്ക് ഒട്ടും ഭാരമില്ല. എന്തെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, അതിന് മുന്നേ കേറിയിട്ട് ഇപ്പൊ തന്നെ ടാസ്ക് എടുത്തിട്ട് കൊടുക്കൂല. എന്നെ എല്ലാവർക്കും കാണാൻ പറ്റും, എനിക്ക് ഒട്ടും ഭാരമില്ല. എന്തെങ്കിലും നിറച്ച പാത്രത്തിൽ എന്നെ ഇട്ടാൽ അതിന്റെ ഭാരം കൂടുകയല്ല കുറയുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ വായിക്കാം. എന്നെ എല്ലാവർക്കും കാണാൻ പറ്റും, എനിക്ക് ഒട്ടും ഭാരമില്ല. എന്തെങ്കിലും നിറച്ച പാത്രത്തിൽ എന്നെ ഇട്ടാൽ അതിന്റെ ഭാരം കൂടുകയല്ല മറിച്ച് കുറയുകയാണ് ചെയ്യുന്നത്. അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? കാണാൻ പറ്റും. എന്നെ എല്ലാവർക്കും കാണാൻ പറ്റും. കാണാൻ പറ്റും, എന്നെ എല്ലാവർക്കും കാണാൻ പറ്റും, എനിക്ക് ഒട്ടും ഭാരമില്ല. എന്തെങ്കിലും നിറച്ച പാത്രത്തിൽ എന്നെ ഇട്ടാൽ അതിന്റെ ഭാരം കൂടില്ല കുറയും. ബുദ്ധിമാൻ. നമുക്ക് ടൈം വളരെ ഒരുപാട് നേരിട്ട് ആലോചിച്ചൊന്നും ഇരിക്കാൻ പറ്റത്തൊന്നുമില്ല. എന്തെങ്കിലും നിറച്ച പാത്രത്തിൽ എന്നെ ഇട്ടാൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അമ്പോ പുലി എന്താ നിങ്ങൾ രണ്ടുപേരും ഓരോ സാധനമൊക്കെ വേസ്റ്റ് ആയി പോത്തില്ലേ? കോപ്പി അടിക്കുന്ന എനിക്ക് ഇവനെ വിശ്വാസമില്ല. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ജനിച്ചിട്ട് ഇന്ന് വരെ കണ്ണടച്ചിട്ടില്ലാത്ത ജീവി ഏത്? ഇത് ഉറങ്ങുമ്പോൾ പോലും കണ്ണടക്കാറില്ല. നിനക്കറിയാം, നിന്നോട് ചോദിച്ചില്ലല്ലോ. ജനിച്ചിട്ട് ഇതുവരെ ഇതൊരു GK പോലത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ?
ജികെയും കുസൃതിയും കൂടെയാണ്. ഉറങ്ങുമ്പോ പോലും ഇത് കണ്ണടക്കാറില്ല. എനിക്കറിയാം. നിനക്കറിയാമെങ്കിൽ നീ പോയേ. നമുക്ക് സമയം ഒരുപാടൊന്നും തരാൻ പറ്റത്തില്ല കേട്ടാ. ഉമ്മ എന്റെ ഉമ്മ എവിടെയെന്ന് നോക്കി എനിക്ക് പറഞ്ഞു കൊടുക്കും. അതേത് ജീവിയാണ് നെഞ്ചിട്ട് കണ്ണടക്കാതെ മീൻ വെള്ളം അങ്ങനെ ആണോ അല്ലേ എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇതിൽ ഡാൻസ് പറയണത് അത് ഉറപ്പിച്ച് പറയണം. ഉറപ്പിച്ച് ഇതാണ് എന്ന് പറയണം. സമയം കഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും ഉറപ്പിക്കാനുണ്ടോ? അറിയത്തില്ല. ആൻസർ പറഞ്ഞു. മീൻ വല്ലോ ആളാണ്. മീനാണ്. ഒന്നിനും ഉറപ്പില്ല. ടാസ്ക് എടുക്ക്. ആൻസർ പറഞ്ഞിട്ട് ടാസ്ക് കിട്ടിയ. ഓ അത് ബി വെച്ചെന്ന് തുടങ്ങുന്നു. ബോട്ടിൽ ഫ്ലിപ്പ് ചാലഞ്ച് വളരെ സിമ്പിൾ ആണ്. ഇത്ര വെള്ളം നടക്കുവാണെങ്കിൽ ബോട്ടിൽ ഫ്ലിപ്പ് ചാലഞ്ച്. ഓക്കെ, അത് കുറച്ച് വെള്ളം കാണാം. എനിക്കറിയോ ഇതിന്റെ പക്കത്ത് വരുവാണെങ്കിൽ ബാക്കി സാധനമൊക്കെ പോകും ഗൈസ്. ചാൻസേ ഉള്ളേ. സ്റ്റാർട്ട്. 1 2 3 സ്റ്റാർട്ട്. പൊളി. ചക്ക ഇട്ടപ്പോ മുകളിൽ ചക്കരിക്കുകയാണ്. നമുക്ക് അടുത്ത കിട്ടാം. അപ്പൊ നമ്മുടെ വളരെ അടിപൊളിയായിട്ട് ഫസ്റ്റ് ചാൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ നോക്കിയില്ല. ഇത് ഒരു GK പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു കുസൃതി ചോദ്യവും GKയും കൂടെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആട്ടാ. പീകോക്ക് എന്ന പക്ഷി മുട്ടയിടാറില്ല, പ്രസവിക്കത്തുമില്ല. പീകോക്ക് എന്ന പക്ഷി മുട്ടയിടാറില്ല, പ്രസവിക്കത്തുമില്ല. പിന്നെ എങ്ങനെയാണ് ഇതിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്? കുറച്ച് ബ്രെയിൻ വേണം ഉണ്ടാവും. കുറച്ച് കുസൃതിയാണ് പ്ലസ് GK ആണ്. മനസ്സിലായില്ലേ? പീകോക്ക് എന്ന പക്ഷി മുട്ടയിടത്തുമില്ല, പ്രസവിക്കത്തുമില്ല. പിന്നെ എങ്ങനെയാ ഇതിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്? വേറെ കാര്യം ചിന്തിക്കട്ടെ. പീകോക്ക് നമ്മള് പീകോക്ക് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ പെണ്ണായിരുന്ന. കറക്റ്റ്, ഏകദേശം കറക്റ്റ് ആണ്. പീകോക്ക് എന്നത് മെയിൽ പക്ഷിയാണ്. അതിന്റെ ഫീമെയിൽ ആയ പീഹൻ ആണ്. ഫീമെയിൽ പീകോക്ക് നമ്മൾ ആണിനെയാ പറയുന്നത്. ഫീമെയിലാണ്. അടുത്ത പോരട്ടെ. അല്ല കുയില്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ദിവസം എത്ര തവണ ഷേവ് ചെയ്താലും വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ താടിയും മീശയും ഉണ്ടായിരിക്കുന്നത് ആർക്കാണ്? സിമ്പിൾ, വളരെ വളരെ സിമ്പിൾ. ഓ എല്ലാവർക്കും സിമ്പിൾ ആയിപ്പോലെ. ഇതൊക്കെ ഞാൻ വെറുതെ എടുത്ത് കളയേണ്ടി വരും. ഐസ്ക്രീം തിന്നുന്നത് ഞാൻ എടുത്തോളാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ ഒരു കട തുടങ്ങി. ആളുകളെ ആകർഷിക്കാൻ അയാൾ സാധനങ്ങൾ പകുതി വിലക്കാണ് വിറ്റത്. എന്നിട്ടും അയാൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ ലക്ഷപ്രഭുവായി. എങ്ങനെ? ഒരാൾ ഒരു കട തുടങ്ങി. ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അയാൾ സാധനങ്ങൾ പകുതി വിലക്ക് വിറ്റു. എന്നിട്ടും ഒരു മാസം കഴിഞ്ഞപ്പോൾ അയാൾ ലക്ഷപ്രഭുവായി. എങ്ങനെ? തോറ്റിരിക്കുകയാണ്. അല്ല, അയാൾ ആദ്യമേ കോടീശ്വരനായിരുന്നു. പകുതി വിലക്ക് വിറ്റ് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോ അയാൾ ലക്ഷപ്രഭുവായി. അപ്പൊ നമുക്ക് എടുക്കാം. ഞാൻ നോക്കണ്ടേ? അല്ല ഞാൻ വായിച്ചോ. ചുണ്ടിൽ കൺമഷി ഇടുക. പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള ടാസ്കുകൾ ഞാൻ വെച്ചേക്കണത്. നീ ഇട്ട് കൊടുക്കോ? അപ്പൊ അമ്മ ഇട്ട് കൊടുക്കും. ചുണ്ടിൽ കൺമഷി ഇടുക. ലിപ്സ്റ്റിക്ക് പോലെ ഇടണം. ഇതെന്ത് നീ പാവാടെ തൂക്കം. അടിപൊളി. നോക്ക്, ക്യാമറയിൽ നോക്കിയിട്ട് ഹായ്. സിമ്പിൾ ആയിരുന്നു. സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക്. പേപ്പറാ തുടക്കട്ടെ.
ക്വസ്റ്റ്യൻ ആട്ടാ. എനിക്ക് കുറച്ച് സിമ്പിൾ, കുറച്ച് ടഫ് ഉണ്ടല്ലോ. എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ ഒരക്ഷരം തെറ്റിയാൽ കുഴപ്പമാകുന്ന വാക്ക്. ഒരക്ഷരം തെറ്റിയാൽ കുഴപ്പമാകുന്ന വാക്ക്. അവിടെ ഇരുന്ന് പിള്ളേരൊക്കെ പറയുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ. എനിക്കറിയാലോ ചെയ്തത്. എന്ത് നോക്കുന്ന? പേപ്പറെ നോക്കിയാ നേരെ നോക്കിയിരിക്കും. എനിക്കറിയാം, ഞാൻ മറന്നുപോയതാ. കുഴലപ്പം. ഒരക്ഷരം ലാ തെറ്റിപ്പോയ ഉടനെ കുഴപ്പമാവത്തില്ലേ? ഒരക്ഷരം തെറ്റിയാ കുഴപ്പമാകുന്ന വാക്ക് കുഴലപ്പം. അടുത്തോട്ട് ക്ലൂ തന്നെ. ക്ലൂ പിന്നെ ഇതങ്ങോട്ട് ഇത് ഓഡീഷൻ. പുളിവെള്ളം കുടിക്കുക. പുളിവെള്ളം കുടിക്കുക. അത് പുളിവെള്ളം. മൊത്തം കുടിക്കണം കേട്ടോ. എന്നെ കൊണ്ട് മൊത്തം പുളി നിർത്തിയിരിക്കുക. മറ്റേ വയറിളകിയിരിക്കുന്ന കാണാൻ. പുളിവെള്ളം ശരിക്കും സീനാക്കാം. എന്തിനു ഊതണേ? ഒറ്റ കണ്ണടക്ക് കണ്ണു പൂക്കൾ. ഇതാണ് മരിയാമു ഫാൻസ് പവർ. ഞങ്ങൾ ഓടുന്നതാണ്. അത് ഉപ്പ് വെള്ളം. അത് നിനക്ക് ഇതെന്താന്നറിയോ? ഞാൻ പറയാം. കാപ്പിയല്ലേ മധുരമില്ലാത്ത? വേറെ അല്ല. എത്ര സ്പൂണൊക്കെ തേയിലകത്ത് ഇട്ടേക്കണേന്ന് അറിയാമോ? മധുരമില്ലാണ്ട്. എങ്ങനെയുണ്ട്? വയറിന് എന്തെങ്കിലും പ്രോബ്ലം? സ്റ്റോപ്പ് ചെയ്യാട്ടാ. മരിയക്ക് ഇതും മല്ലിപ്പൊടി കൂടി ഇട്ടിട്ട് മുളക് പൊടി ചതച്ച് അമ്മന്തി അരച്ചെ. വീട്ടിലെ കണക്കെഴുതിയാണ്. പ്രായപൂർത്തിയായ ആണുങ്ങളും പെണ്ണുങ്ങളും ആരും അറിയാമോ? ആരും കാണാതെ ചെയ്യുന്ന ഒരു കാര്യം. പ്രായപൂർത്തിയായ ആണുങ്ങളും പെണ്ണുങ്ങളും. സിമ്പിൾ ആയിപ്പോയല്ലേ? ഹിന്ദിക്കാർ കീശയിൽ വെക്കുന്നതും മലയാളികൾ അടുപ്പിൽ വെക്കുന്നതുമായ സാധനം. ഹിന്ദിക്കാർ കീശയിൽ വെക്കുന്നതും മലയാളികൾ അടുപ്പിൽ വെക്കുന്നതുമായ സാധനം. കൊറേ സമയം കൊടുക്കുമ്പോ കൊറേ സമയം. ഞാനിപ്പോ പറഞ്ഞല്ലോ. ചപ്പാത്തി കീശയിലാണ് വെക്കുന്നത്. ഓക്കെ, സമയം കഴിഞ്ഞിട്ട് അറിയോ? ബായിക്കറിയോ? കലം. കലം എന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാര് പേനാന്ന് പറയും. നമ്മൾ മലയാളികൾ കല അടുപ്പത്ത് വെക്കും. ഹിന്ദിക്കാര് പോക്കറ്റ്. എടുത്തോ. മഞ്ഞപ്പൊടി തിന്നുക. എല്ലാം വരിയേറ്റ് വാങ്ങുകയാണ്. മഞ്ഞപ്പൊടി തിന്നുക. മഞ്ഞപ്പൊടി വളരെ നമ്മുടെ ശരീരത്തിലെ അണുക്കളെ കൊല്ലാൻ ഏറ്റവും ബെസ്റ്റ് സാധനം. നമ്മള് മഞ്ഞപ്പൊടി നമ്മൾ കണ്ടിട്ടില്ലേ? മഞ്ഞപ്പൊടി ഏറ്റവും നല്ല ഇതാ. നമുക്ക് എന്തെങ്കിലും ചൊറിയാ ചെറുതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്രയൊന്നും വേണം. നിനക്ക് പറ്റുന്ന അത്രയും തിന്നാ മതി. എക്സ്പ്രഷൻ ഇല്ലാണ്ട് തിന്നാനായിരുന്നു ഞാൻ പറഞ്ഞത്. എക്സ്പ്രഷൻ വെള്ളം വെച്ചിട്ടുണ്ട്, അത് കുടിച്ചു. എക്സ്പ്രഷൻ ഇടാണ്ട് തിന്നണം. പല്ലൊന്ന് കാണിക്കണോട്ടായിരുന്നിട്ട്. ആ പല്ലൊന്ന് കാണിക്കണേ. നിക്ക് നിക്ക്. പല്ല് കാണിച്ച്, പല്ല് കാണിച്ച്, പല്ല് കാണിക്കും. ഈ ഒന്ന് കാണിച്ച്. എങ്ങനെയുണ്ട്? ഞാൻ തിന്നിട്ടില്ല മഞ്ഞപ്പൊടി. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എനിക്ക് വേണ്ട. വെള്ളം കുടിച്ചോ? അടിപൊളിയായിരുന്നു. മഞ്ഞപ്പൊടി അടിപൊളി. തുപ്പി കളഞ്ഞു. ഇല്ല, മരിയൊക്കെ അത് തിന്നണമെന്ന് തന്നെയാണ് പറയുന്നത്. അതൊക്കെ നമ്മള് കാണിക്കും. മഞ്ഞപ്പല്ലായി പല്ലിനെ അറിയിക്കും. പല്ലിന് ഒരേ കളർ. ഒന്നും മരിക്കട്ടെ ഗൈസ്, മരിക്ക് ഒന്നുമില്ല.
നെക്സ്റ്റ് പോരട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ മാത്രം സ്വന്തമായത് അത് കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ്. എന്താണ് അത്? ഉടുപ്പും ചെരുപ്പ് അങ്ങനെയുള്ളത്. അല്ല, നമ്മുടെ മാത്രം സ്വന്തമായിട്ടുള്ളത്. പേര് ഇവ ക്വസ്റ്റ്യൻസ് എടുത്ത് വായിച്ചത് എനിക്ക് തോന്നുന്നു കേട്ടാ. ആണുങ്ങൾ പുറത്ത് കാണിക്കാത്തതും പെണ്ണുങ്ങൾ പുറത്ത് കാണിക്കുന്നതുമായ വസ്തു എന്ത്? അമ്മൂന്. എനിക്കറിയാം. നിനക്കറിയാം. മിണ്ടരുത്. എനിക്ക് വയ്യ. നിന്റെ ലാസ്റ്റ് ആലോചിക്ക്, സിമ്പിളാണ്. ഞാൻ ആരോടും വെച്ച് വെച്ചിട്ടുണ്ടാ തോക്കാന്ന് എല്ലാം എടുത്ത് പരീക്ഷിക്കാൻ. എനിക്ക് വയ്യ. ഈ പച്ചമുട്ടയൊക്കെ മാടി മാടി പച്ചമുട്ട എന്ത് ചെയ്യുക? ഒരെണ്ണം തലക്കടിച്ച് പൊട്ടിക്കാനുണ്ട്, ഒരെണ്ണം കുടിക്കാനുണ്ട്. ഒരുമിച്ചാണ് എന്റെ പെണ്ണുങ്ങള് പുറത്ത് കാണിക്കും. ആണുങ്ങൾ പുറത്ത് കാണിക്കാണ്ടും പെണ്ണുങ്ങൾ എല്ലാരെയും കാണിച്ചുകൊണ്ട് നടക്കുന്ന വസ്തു. നീ അയ്യടിയാടി. ഇന്നലെ ഞാൻ നോക്കി യൂട്യൂബിൽ നോക്കി നമുക്കറിയാട്ടെ. സമയം കഴിഞ്ഞിരിക്കും. എന്തുവാ പേഴ്സ്. ആണുങ്ങൾ പോക്കറ്റിൽ എല്ലാരും കാണാണ്ടോ പെണ്ണുങ്ങൾ. എന്താണ് ഇവള് ഇങ്ങനെ? ഇവളെല്ലാം ചെയ്യുന്നത്. സോറി. ഐസ്ക്രീം കഴിക്കുക. സിമ്പിൾ ആയിട്ട് മൊത്തം കഴിക്കേണ്ടത്. മൊത്തം കഴിച്ചില്ലായിരുന്നു. ഇത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം നീ മൊത്തം കഴിക്കുന്ന വലിയ കാര്യമാണ്. എനിക്ക് തന്നെ ഫ്രൂട്ട്സിലോട്ട് നോക്കാൻ കഴിക്കുക. വളരെ സിമ്പിൾ ആയിരുന്നു അല്ലേ? സമാധാനമായില്ലേ? ഇതെന്തായാലും വയറാണ്. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്ടാ. ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയുകയും ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെക്കുകയും ചെയ്യുന്ന വസ്തു എന്ത്? ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയുകയും ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വെക്കുകയും ചെയ്യുന്ന വസ്തു. ഏകദേശം അടുത്തെത്തി. ആവശ്യമുള്ളപ്പോ എടുത്തെറിയും. വലിച്ചെറിയാനാണെങ്കിൽ സമയം കഴിഞ്ഞു. മീൻ വല. ചൂണ്ടയും കറക്റ്റാ. എനിക്ക് വലയാണെങ്കിൽ വീശെറിയുന്നെന്ന് പറയണായിരുന്നു. ഇല്ല ഗായ്സ്, എന്റെ ഉത്തരം കറക്റ്റാണ്. നിങ്ങൾ പറയണം. ഇത് കറക്റ്റ്. എനിക്ക് ചോദ്യം തെറ്റിച്ച് നീ ടാസ്ക് ചെയ്യണം. ആദ്യം നീ ടാസ്ക് ചെയ്ത്. ഞാൻ ചെയ്തോളാം. നീ എടുക്കും. ഞാൻ വായിച്ചോളാം. എങ്കിൽ ഇത് ഞാൻ ചെയ്തോളാം. അടുത്ത ടാസ്ക് ഈ ടാസ്ക് ഞാൻ എടുക്കുന്നത്. അവളെ എടുത്ത ടാസ്ക് ഞാൻ ഇപ്പൊ ഞാൻ എടുക്കുന്ന ടാസ്ക് നീ വായിച്ചോ. കണ്ണടച്ച് മേക്കപ്പ് ചെയ്യുക. ഞാനാണ് ചെയ്യേണ്ടത്. രണ്ടുപേരും കണ്ണടച്ച് മേക്കപ്പ് ഞാൻ നിങ്ങളെ ചെയ്തു തരാം. അങ്ങോട്ടേ ഞാൻ നിങ്ങളെ ചെയ്തു തരാം. ഇല്ല വേണ്ട, ഞങ്ങൾക്കറിയാം. പച്ചമുട്ട തലക്കടിക്കുന്ന വേണ്ടതായിരുന്നു. ഇതൊക്കെ കണ്ണടച്ച് മേക്കപ്പ് ചെയ്യാൻ പെണ്ണുങ്ങൾക്ക് സിമ്പിളാണ്. ഞാൻ കണ്ണടച്ചിട്ട് അവർക്ക് ചെയ്തോളൂ. ഞാൻ ചെയ്തോ. ഞാനല്ല എന്നെ ചെയ്യണം. നമുക്ക് തിരിച്ചാക്കാം. ഞാൻ എന്നെ ചെയ്തു തരാം. നിങ്ങൾ തന്നെ എടുക്കണം. കണ്ണ് ഞാൻ കെട്ടിക്കോ. അല്ല വേണ്ട, കണ്ണടച്ചോളാം. ആദ്യം ഇവിടുന്ന് തുടങ്ങി. നമ്മള് മേക്കപ്പ് ചെയ്യുമ്പോഴേക്കും മൂന്ന് ബാത്റൂമിൽ എന്നാണ് മഞ്ഞപ്പൊടിയാ. നീ കണ്ണടച്ചിരി. ഞാൻ കണ്ണി കൊണ്ടൊക്കെ ഇങ്ങനെയൊന്നല്ലടാ. മോത കാണി. നീ കണ്ണു തുറക്കാൻ പാടില്ല കേട്ടാ. ഇനി വേറെ വല്ലതൊക്കെ എടുത്തു തരൂ. ഇപ്പൊ മലപ്പുറം
ചെയ്യുന്നതാണ്. ഇപ്പൊ മനപ്പൂർവ്വം നോക്കി ചെയ്യണം. മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ണടിച്ചിട്ട് മേക്കപ്പ് രണ്ടെണ്ണം ഞാനും ചെയ്ത് കൊടുക്കണം. വേണ്ട. ഇത് കള്ളക്കളി കേട്ടോ. എന്നോട് പ്രതികാരം കിട്ടുന്നതാണ്. കഴിഞ്ഞ് എനിക്കിതാ അറിയാം. ഞാൻ അപ്പുറത്തെ കണ്ണ് ഒരു പ്രാവശ്യം കൂടി ഇല്ല. താഴത്ത് വരക്കണം. ഇപ്പുറത്തെ കണ്ണ് കാണില്ല. ഇപ്പുറത്തെ കണ്ണ് ഇതാ കണ്ണ്. അടി കുത്തണില്ല. ലിപ്സ്റ്റിക് ഇടണം. എന്ത് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ല. മറ്റേ കമ്പാണ്. ഞാൻ ഇല്ല. ഇപ്പൊ മനപ്പൂർവ്വമാക്കുന്നതാണ്. കള്ളക്കളിയാക്കാം. ചെയ്യട്ടാ മനപ്പൂർവ്വമാക്കുന്നതാ. കാണിച്ചേരി ബ്രഷിന്റെ തുമ്പത്ത് വെള്ള ഡ്രസ്സിലായി മതി. എനിക്ക് ഈ മറ്റേ കൺമശി അതെഴുതാ ഒരു പൊട്ടും കൂടെ തൊട്ട് തരാം. പൊട്ട് ഞാൻ തൊടത്തില്ലല്ലോ. വേണ്ട പൊട്ട് വേണ്ട. ഇനി മറ്റേ കൺമശി ഇതാ കണ്ണായിരുന്നു എഴുതി. അത് കുഴപ്പമില്ല. കാണിച്ചേ ഇപ്പുറത്തെ കണ്ണി എഴുതിയില്ല. ഇവിടെയോ ഇപ്പുറത്തെ കണ്ണ് കാണിച്ചേ ഈ കളിക്ക് ഞാൻ ഇല്ല. കണ്ണു തുറക്കട്ടെ ഗൈസ്. ആ വന്നു. അയ്യോ ഞാൻ കണ്ണടച്ച് മേക്കപ്പ് ചെയ്ത് കണ്ടോ ഗൈസ്. ഇവ മനപ്പൂർവ്വം എന്നോട് പ്രതികാരം വീട്ടിയതാണ്. ഇങ്ങനെ കണ്ണടിച്ചിട്ട് ഞാനാണെങ്കിൽ മര്യാദ ചെയ്തു എന്നോട് മിണ്ടു. കാണിച്ചേ ഗൈസ്. ഞാൻ മുഖമൊക്കെ കഴുകി എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. മര്യാദ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചായിരിക്കും. മേക്കപ്പ് ഒക്കെ കണ്ടില്ല ഗൈസ്. കഴിക്കാന്നിട്ട് വന്നിരിക്കാൻ അടുത്ത മര്യാദയുള്ളത്. പെട്ടെന്ന് പൊട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആളുകൾ വാങ്ങുന്ന സാധനം വളരെ സിമ്പിൾ ആയിട്ട് കുഴപ്പമില്ല. പാവം ഞാൻ സിമ്പിൾ കൊടുത്തതാട്ടോ. വൈകിട്ടൊക്കെ എന്തോ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. വടക്കോട്ട് പോകുന്ന ഒരു ഇലക്ട്രിക് ട്രെയിനിന്റെ പുക എങ്ങോട്ടാണ് പോവുക? വടക്കോട്ട് പോകുന്ന ഒരു ഇലക്ട്രിക് ട്രെയിനിന്റെ പുക എങ്ങോട്ടാണ് പോവുക? ഉത്തരം തെറ്റാണ്. ഇലക്ട്രിക് ട്രെയിന് പുക ഉണ്ടാവില്ല. ശിവനേ പാവയ്ക്ക ജ്യൂസ് കുടിക്കുക. ഇതേ ഈ മോളിൽ പതയാട്ടോ. ആകെ ഇത്രേ ഉള്ളൂ. അവളെ കൊണ്ട് അത് ഫുള്ള് കുടിപ്പിച്ചത്. ആകെ ഇത്രേ ഉള്ളൂ. ഫുള്ള് കുടിക്കണേ. വളരെ നല്ല ശരീരത്തിന് വളരെ വളരെ നല്ല ഇതാ. പതം മഞ്ഞപ്പൊടി ഇട്ടളക്കട്ടെ. വേണ്ട വലിച്ചു കുടിക്കും. എക്സ്പ്രഷൻ ഇടാണ്ട് കൂടി. വിത്തൗട്ട് എക്സ്പ്രഷൻ ആണ് ഞാൻ പറഞ്ഞു. അയ്യോ എക്സ്പ്രഷൻ ഇടാണ്ട് കുടിക്കാൻ പറഞ്ഞിട്ട് മധുരമൊക്കെ കലക്കി തന്നെ കുടിക്കും. പാവയ്ക്ക ജ്യൂസ് ഗായ്സ്. കുടി കുടി നീ കുടി. പുളിയോളം പിന്നെ കുടിക്കായിരുന്നു. പതയൊക്കെ കളയണ്ട. എന്റെ പത കൊണ്ടുപോകണം. മുട്ട ഇട്ടണേ. ഇവന്റെ തലക്ക് മുട്ട ഇടിച്ച് പൊട്ടിക്കണേ. കുടിക്കാൻ സ്ഥലമുണ്ടോ ഇവിടെ? കുടിച്ചോ? ഒറ്റ വലിക്ക് കുടിക്കണം. അവൾ ഒറ്റ വലിക്ക് കുടിച്ചല്ലോ. എന്താ കഷ്ണമൊക്കെ ഇട്ടിട്ടുണ്ടോ? നിന്റെ കൂടെ പുളിവെള്ളം ഫുള്ള് കുടിച്ചില്ല. നീ കുടിപ്പിക്കും. കണ്ട ഇവൻ ഒറ്റ വലിക്ക് കുടിക്കണം. മൂന്ന് നമ്മൾ കൊത്തിയിട്ട് കണ്ണടച്ച് കുടിച്ചു. പീസ് വേണം. പാവയ്ക്കുണ്ട്. ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല. പൊളി സാധനം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ ആണോ? അല്ല ഓക്കെ നീ ഓക്കെ ആയില്ലേ? ആണുങ്ങൾ വലത്തെ കൈയിലും പെണ്ണുങ്ങൾ ഇടത്തെ കൈയിലും വാച്ച് കെട്ടുന്നത് എന്തിനാണ്? ആണുങ്ങൾ വലത്തെ കൈയിലും പെണ്ണുങ്ങൾ ഇടത്തെ കൈയിലും വാച്ച് കെട്ടുന്നത് എന്തിനാണ്? ഞാൻ പറയാം. നീ പറയണ്ട. നിന്നോട് ചോദിച്ചില്ല. നിന്നോട് ചോദിച്ചേ. എനിക്ക് പറ.
സമയം കഴിഞ്ഞിട്ടാ. പാപ്പാ, ഉമ്മ, ഉമ്മ, ഒന്ന് മിണ്ടാണ്ടിരിക്കാൻ പറയുക. അപ്പൊ ആൻസർ അറിയില്ലല്ലോ. സമയം നോക്കാൻ ആണുങ്ങൾ വലത്തേ കയ്യില പെണ്ണുങ്ങൾ ഇടത്തേ കയ്യിൽ വാച്ചിടുന്നതിന് സമയം നോക്കാൻ. മുട്ടയിരിക്കുന്നു അല്ലെ മുളകിരിക്കുന്നു. എന്തുവാന്ന് പറ. നാക്ക് കൊണ്ട് മുട്ട് കൈ നക്കുക. പൊളിപ്പൻ ടാസ്കാണ് കിടിലോസ്കി. എന്താ പറ്റും, നിന്നെ കൊണ്ട് പറ്റും. എന്റെ മുട്ടയെ ഇവിടെ ഇവിടെ ഏകദേശം ഇല്ലായിട്ട് നക്കും. അരിപ്പൊടിക്കണ്ടല്ലോ നോക്കിക്കോളൂ. ഇങ്ങനത്തെ ടാസ്ക് എവിടെ കിട്ടും? തോറ്റ്, എല്ലാത്തിനും തോറ്റ്, തോല് സമ്മതിച്ച് തോറ്റ് തൊപ്പിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിന്റെ അടുത്താ. അടുത്ത ക്വസ്റ്റ്യൻ ആണേ. വെളുക്കും തോറും വൃത്തികേടാവുന്നത് എന്താണ്? വെളുക്കും തോറും വൃത്തികേടാവുന്നത് എന്താണ്? ബോർഡ്, ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് ബോർഡ്. അത് ശരിയാ, പക്ഷെ ഞാൻ തലമുടി എന്നായിരുന്നു എഴുതി വെച്ചിരുന്നത്. ശരിയാ, ഓക്കെ. തലമുടി സ്റ്റൈലാണ് ഇപ്പൊ. അപ്പൊ ചോദ്യം തെറ്റാണ് ഗായ്സ്. ഇവളെടുക്കും. എടുത്തോ 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 എടുത്തോ. എനിക്കില്ലാട്ടാ. എന്ത് നാക്കാടി. പൊളി പൊളിയോടെ നമുക്ക് മെൽറ്റ് ആയി പോയി. എന്ത് സീനാടി മര്യാദ. പറയണോട്ടാ. പച്ചമുട്ട ആർക്ക് വെച്ചിരിക്കുവോ? എന്റെ ഭാഗത്ത് യൂസ് പിടിക്കാൻ ഡയറി മിൽക്ക്. ഞാൻ എന്റെ ടാസ്ക് ഇതാ ഭംഗിയായിട്ട് നിറവേറ്റി. ഫ്രണ്ട്സ്, അപ്പോഴേക്കും ചില ഒരു സാങ്കേതിക ക്യാമറ അല്ല ഇവ ക്യാമറ കുറച്ച് വീഡിയോസ് അതിനകത്ത് റെക്കോർഡ് ആയില്ല. ചെയ്തും നല്ലൊരു ടാസ്ക് അടിപൊളിയായിട്ട് കൊണ്ടുവരാം. മുട്ട പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കിട്ടിയില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് നിർത്തിയേക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.